അപ്പം എന്താ പറയുക, അർജുന് സിജോയോട് അല്ലെങ്കിൽ ചെറിയൊരു പൊസസീവ്നെസ് ഉണ്ട്. അത് എങ്ങനെ അവതരിപ്പിക്കണം, എങ്ങനെയാണ് അത് മനസ്സിലാക്കിയെടുക്കേണ്ടതെന്ന് യാതൊരു പിടിയുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം സിജോ വന്നതിന് ശേഷം അർജുനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ഇത് പറയാനുള്ള കാരണം ഇന്ന് ലൈവിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിന് മുൻപ്, അതായത് 16 ദിവസം സിജോ വീടിനകത്ത് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ആ നെക്സ്റ്റ് റൂമിൽ ശ്രീതു സിജോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മോതിര മാറ്റത്തെക്കുറിച്ചും അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ രാത്രി ഇവിടെ കുറേ ടോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ തമ്മിൽ ജോഡി ചേർത്തിക്കൊണ്ട് കുറേ വീഡിയോസും കുറേ ടോക്ക്, അതായത് ഇവരൊരു കോംബോ ആയിട്ട് വീട്ടിനകത്ത് തന്നെ ഒരു സംസാരം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. സിജോ പെട്ടെന്ന് പോയി, ഇപ്പം റീ എൻട്രി വന്നു. ആ ഗ്യാപ്പിലാണ് ശ്രീതുവും അർജുനും തമ്മിൽ ഒരു പെയറാകുന്നു. ഒരു പ്രണയം പറയുന്ന ടാസ്കിൽ ഒരു ഹൈറ്റ സെമയ അവങ്ങളെല്ലാം എനിക്ക് ரொம்ப പിടിക്കും എന്ന് പറഞ്ഞതിൽ, അതായത് തൻ്റെ പ്രണയം തുറന്ന് പറയുന്ന ഒരു ചാൻസ് കിട്ടിയപ്പോൾ, ഒരു ടാസ്ക് കിട്ടിയപ്പോൾ ശ്രീതു പറഞ്ഞ അതാണ്, ഹൈറ്റായിട്ടുള്ളവർ നന്നായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴേ ക്യാമറ കാണിക്കുന്നത് എന്താ പറയുക അർജുനെയാണ്. അതേപോലെ ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ എല്ലാവരും ഡാൻസ് ചെയ്തതിനെ പറ്റി പറയുമ്പോൾ എന്നാൽ പിന്നെ അർജുനും ശ്രീതും കൂടെ ഒരു ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി പെയറായി കളിച്ചപ്പോൾ അത് വളരെ ക്യൂട്ടായിട്ട്, അതായത് ഏഷ്യാനെറ്റ് തന്നെ അവരൊരു ജോഡിയാക്കി മാറ്റി. പിന്നീട് കാണുന്ന ആ വീട്ടിനകത്ത് തന്നെ അവരൊരു കോംബോയായി മാറുന്നു. പിന്നീട് അത് പ്രേക്ഷകരത് ഏറ്റെടുക്കുന്നു. വെളിയിൽ അവരുടെ കോംബോ കുറച്ചുകൂടെ വൈറലാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരു വൈൽഡ് കാർഡ് വന്നതിന് ശേഷം, അതിന് മുൻപ് വരയ്ക്ക് അർജുന് ശ്രീധുവിനോട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് ഏത് വിധത്തിൽ നമ്മൾ വേറെ ഒരു പ്രണയം എന്നൊന്നും പറയുന്നില്ല, ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പേര് അവർ തമ്മിൽ ഉണ്ടായിരുന്നു. വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ശ്രീധു ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് കയറി ശ്രീതു പോകുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. അതായത് ബാത്റൂമിൻ്റെ കോർണറിലും എന്താ പറയുക ഐസ്ക്രീം പാർലറിലും എല്ലാം ശ്രീതും അർജുനും തമ്മിലുള്ള കോൺവെർസേഷൻ ഇങ്ങനെ മിഡ് നൈറ്റ് വരത്തേക്കും ഇത് പോയിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. കാരണം അപ്പുറത്ത് ജബ്രികളുടെ ഒരു കോംബോ, ഇപ്പുറത്ത് ഇവരുടെ ഒരു കോംബോ ആയിട്ട് പോകുന്നു. അങ്ങനെയാണ് പ്രേക്ഷകർക്ക് ഇവരുടേത് കുഴപ്പമില്ലെന്നും ഭയങ്കര ക്യൂട്ടായിട്ടാണ് ആ ഒരു പ്രണയം പോകുന്ന എന്ന രീതിയിൽ വെളിയിൽ ചർച്ചയാകുകയും ചെയ്തു. അതിനുശേഷം രശ്മിൻ വെളിയിൽ പോകുന്നു. ഇവരുടെ പ്രണയം ഭയങ്കര ക്യൂട്ടായിട്ട്, ഇവർ ജോഡി കോംബോ ക്യൂട്ടായിട്ടാണ് വെളിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ജനങ്ങൾ ഇവരെ ഇഷ്ടപ്പെടുന്നു, ഈ കോംബോ ഇഷ്ടപ്പെടുന്നു, ഇവർക്ക് ഫാൻ ബേസ് ഉണ്ടാകുന്നു എന്നുള്ള വിവരമെല്ലാം ഒരു കത്തിലൂടെ അർജുനെ അറിയിക്കുന്നു. അങ്ങനെ ഇവര് കുഴപ്പമില്ല, അപ്പം നമ്മൾ ഈ ട്രാക്കിലൂടെ പോകാം എന്നൊക്കെ വിചാരിച്ച്, അതായത് മനസ്സിനൊരു തൃപ്തിയല്ലേ ഈ വീട്ടിനകത്ത് എന്ത് കണ്ടന്റാണ് കൊടുക്കുന്നത് എന്ന് ആലോചിക്കുന്നിടത്താണ് ഇവരുടെ പേര് വളരെ നല്ല ലെവലിലാണ് പോകുന്നത്, അത്രയും ഫാൻസ് ഇവർക്കുണ്ട് എന്നുള്ളത് അർജുൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്ത് സിജോയുടെ എൻട്രി. അതോടുകൂടി അർജുന് ആകെപ്പാട് എന്താണെന്ന് പറഞ്ഞാൽ, മുൻപ് ശ്രീതുവും സിജോയും തമ്മിലായിരുന്നു ഒരു പേർ, ഒരു കോംബോ ഉള്ളത്. അന്നേരം അർജുന് റോക്കിയൊക്കെ ഉള്ള സമയത്ത് അത്ര അവരുടെ കൂടെയായിരുന്നു. ശ്രീതുവായിട്ടൊന്നും അങ്ങനെ കണക്ഷൻ ഇല്ല. പിന്നീടാണ് ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ വരുന്നത്. സോ അപ്പോൾ അർജുന് വീണ്ടും ശ്രീതു അങ്ങോട്ട് ഒരു ചായ്വ് വരുമോ, അല്ലെങ്കിൽ സിജോയ്ക്ക് ശ്രീധുവിനോട് ആ ഒരു കോംബോ പഴയ പോലെ അവർ വരുമോ എന്നുള്ളതൊക്കെ ഒരു ഡൗട്ട്. അതായത് ഒരു അതാ ഈ പറയുന്നത് കുഞ്ഞ് ഒരു കുശുമ്പ് എന്നൊക്കെ പറയില്ലേ, ഒരു കുശുമ്പ് എടുത്തതൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സാധനം ഈ ഇവരുടെ ഈ എന്താ പറയുക, ഈ ബിഗ് ബോസ് വീട്ടിലുള്ളവർ പറയുന്ന കണക്ക് പറയാം, ആ ഒരു സാധനം അർജുൻ്റെ മൈൻഡിലുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം സിജോ വന്ന സമയത്ത് എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ ഈ ഏഷ്യാനെറ്റിൻ്റെ ക്യാമറ തന്നെ എന്താ പറയുക ശ്രീധുവിൻ്റെ എക്സ്പ്രഷൻസ്, സിജോയോട് എല്ലാവരും സംസാരിക്കുന്ന സമയത്ത് ശ്രീധുവിനെ മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നു. ആ ക്യൂട്ട് എക്സ്പ്രഷൻസ് എടുത്ത് കാണിക്കുന്നു. കാരണം ഇനി എങ്ങനെ കോംബോ കണക്ട് ചെയ്ത് ഉണ്ടാക്കും എന്നുള്ളതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റൂല. സോ അർജുൻ സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ സിജോ വന്നു കഴിഞ്ഞാൽ ശ്രീധു കൈവിട്ടു പോകുമോ എന്നുള്ള ആ ഒരു അങ്കലാപ്പ് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നത് ആ വാഴത്തോട്ടത്തിൽ സിജോയുടെ കൂടെ ഇരുന്നിട്ട് ശ്രീധുവിനെ പറ്റിയാണ് ആ ടോക്ക് എടുത്തിടുന്നത്. എങ്ങനെയാണ് ആ പറയുന്ന വിധത്തിൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ കുറച്ച് ഗ്യാപ്പിൽ നമ്മൾ കാണിക്കുമ്പം എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് അങ്ങനെ ഒരു മനസ്സിലൊന്നും തോന്നാത്തൊരു വ്യക്തി ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. അതേസമയം അർജുൻ അത് ഓപ്പണായി ചോദിച്ചു കഴിഞ്ഞാൽ സിജോ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ളതുകൊണ്ടും അർജുൻ ശ്രീധു ഉള്ള കോംബോ സിജോ വെളിയിൽ കണ്ടതുകൊണ്ടും ഏത് വിധത്തിലാണ് അർജുൻ ചോദിച്ചു കഴിഞ്ഞാൽ സിജോ എടുക്കുക എന്നുള്ള ആകെ കൺഫ്യൂസ്ഡ് ആയ അർജുൻ പറയാതെ പറയുന്ന ചില കാര്യങ്ങൾ അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് സിജോയ്ക്ക്. പക്ഷെ
സിജോ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഉടനെ സിജോ പറയുന്നുണ്ട്, എനിക്ക് ശ്രീതു, ശരണ്യ എല്ലാം എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. ശ്രീതുവിനോട് എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്താണെന്ന് പറഞ്ഞാൽ ശ്രീതു ആ തമിഴ് മിക്സ് ചെയ്യുന്ന ആ ഒരു ഭാഷ പറയുമ്പം മലയാളം കറക്റ്റ് അറിയില്ലല്ലോ. അപ്പം തമിഴിലൂടെ പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമാണ്, വളരെ ക്യൂട്ടാണ്. അത്രേ എനിക്കുള്ളൂ ശ്രീതുവിനോട്. പക്ഷെ ശരണ്യ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നല്ലൊരു വൈബ് ഉണ്ട്. സോ ഇപ്പോൾ വന്നപ്പോഴും എനിക്ക് അതുപോലെയാണ്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ടായിട്ടാണ് ഞാൻ ശരണ്യെ കാണുക. ശ്രീതുവിൻ്റെ ടോക്ക് മാത്രം എനിക്ക് ഇഷ്ടമാണ്. ആ ഒരു കൊഞ്ചുള്ള ഒരു സംസാരം എനിക്ക് ഇഷ്ടമാണ്. അത്രേ എനിക്ക് ശ്രീതുവിനോടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ക്യാമറ അർജുനെ കാണിക്കുമ്പോൾ ഒരു ആശ്വാസം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു എക്സ്പ്രഷനൊക്കെ, അതായത് അത് അടക്കി പിടിച്ചുകൊണ്ട് കാണിക്കുമ്പോൾ ക്യാമറ നമുക്കത് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോഴാണ് അർജുനത് ആശ്വാസമാകുന്നത്. എല്ലാം കൈവിട്ട് പോയോ എന്ന് വിചാരിച്ചെടുത്താണ്. ഇല്ല, നമുക്കിനിയും ഹോപ്പ് ഉണ്ട്, ആശ്വസിക്കുക, നമ്മൾ ഇതേ ലൈനിൽ തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു സിഗ്നൽ സിജോന്റെ ഭാഗത്ത് നിന്ന് കിട്ടി. എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ റൂട്ട് ക്ലിയർ ആകണമല്ലോ. ഇനിയിപ്പോൾ ഈ 100 ദിവസം നിൽക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഏതാണ്ട് 50ലേക്ക് അടുത്തോ. ഇനിയിപ്പോൾ എത്ര ദിവസം നിൽക്കുന്നുള്ളത് പറയാൻ പറ്റില്ല. ശ്രീതു ഈ സമയത്ത് ഇപ്പം ക്യാപ്റ്റനാണ്. ഇനിയിപ്പോൾ 50 ദിവസം കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി എന്നൊക്കെ മാറും. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് മറ്റുള്ളവരെ പോലെയല്ല ബഹളം വെച്ച് ഒരു കണ്ടന്റ് കൊടുക്കുന്ന ടീമുകളല്ല അർജുന ശ്രീതുവൊക്കെ. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ഒരു കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. സോ അതിന് സിജോ ഒരു തടസ്സമാണെങ്കിൽ എല്ലാം അർജുൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പം അർജുൻ അവിടെ ഒരു റൂട്ട് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് സിജോയ്ക്ക് അടുത്ത് ഇട്ടതാണ്. പക്ഷേ സിജോ അവിടെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അർജുൻ ആശ്വസിക്കുന്നത് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. സോ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.